ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. നമുക്കെങ്ങനെ സിമ്പിളായിട്ട് ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളാണെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കെങ്ങനെയാണ് ആ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ബീഫ് നന്നായിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ബീഫ് നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ബീഫ് കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബീഫിനൊരു 80% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കുഞ്ഞുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ വേവിക്കുമ്പം കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി മതി. ഒരു വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് മതി, ചെറുതാണെങ്കിൽ ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് സിമ്പിൾ കറിയാണ്, പക്ഷേ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ശരിക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ചപ്പാത്തീൻ്റെ കൂടെയാണെങ്കിൽ പൊറോട്ടൻ്റെ കൂടെയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇത് സിമ്പിളാണ്, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് വന്നിട്ട് കമൻറ്റിൽ പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.